ഹായ് ഫ്രണ്ട്സ്, സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നമ്മൾ കബോർഡുകൾ പണിയാറുണ്ട്, നല്ല ഡിസൈനുള്ള കബോർഡുകൾ. എന്നാൽ ഈ കബോർഡുകളുടെ ടെക്നിക്കായിട്ടുള്ള കാര്യങ്ങൾ എത്ര പേർക്ക് അറിയാൻ സാധിക്കും? ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കബോർഡുകളുടെ ഡോറുകൾ നമുക്ക് രണ്ട് രീതിയിൽ പണിയാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ചാനലുകൾ പിടിപ്പിച്ചുകൊണ്ട് ഡോറുകൾ ഉണ്ടാക്കാം. രണ്ടാമത്തെ രീതി ഓട്ടോക്ലോസ് വിജാരികൾ പിടിപ്പിച്ചുകൊണ്ട് ഡോറുകൾ ഉണ്ടാക്കാം. രണ്ട് രീതിയും ഭംഗിയുമാണ്, നല്ല സ്ട്രോങ്ങുമാണ്. സ്ലൈഡിംഗ് ഡോറുകളെ അപേക്ഷിച്ച് ഉപയോഗിക്കാൻ സൗകര്യം കൂടുതലുള്ളത് ഓട്ടോക്ലോസ് വിജാഗരി പിടിപ്പിച്ച ഡോറുകളാണ്. കാരണം ഒരു 2 മീറ്റർ നീളമുള്ള ഒരു കബോർഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതുക. ഓട്ടോക്ലോസ് പിടിപ്പിച്ച വിജാരികളുള്ള ഡോറാണ് എങ്കിൽ 4 ഡോറുകളായിട്ടായിരിക്കും നമ്മളത് പണിയുക. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം ഈ 4 ഡോറും നമുക്ക് തുറന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് കബോർഡിനുള്ളിലെ എല്ലാ സാധനങ്ങളും 4 ഡോറും തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് സ്ലൈഡിംഗ് ഡോർ ആണെങ്കിൽ ആണ് നമ്മൾ പിടിപ്പിക്കുന്നത് എങ്കിൽ ഒരു 2 മീറ്ററിൻ്റെ കബോർഡാണ് നമ്മൾ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. 2 ഡോർ മാത്രമേ ഈ കബോർഡിന് ഉണ്ടാവുകയുള്ളൂ. ഈ ഡോറുകൾ 2 വശങ്ങളിലേക്കായിരിക്കും തുറക്കാൻ പറ്റുക. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു വശത്തേക്ക് ഡോർ മാറ്റിയാൽ കബോർഡിൻ്റെ പകുതി ഭാഗം മാത്രമായിരിക്കും ഉപയോഗിക്കാൻ നമുക്ക് പറ്റുക. ഇനി നമ്മൾ തുറന്ന ഭാഗത്ത് ഉദ്ദേശിച്ച സാധനം കണ്ടില്ലെങ്കിൽ 2 ഡോറുകളും ഒരു ഭാഗത്തേക്ക് നീക്കേണ്ടി വരും, മറുഭാഗത്തേക്ക് നീക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സ്ലൈഡിംഗ് ഡോറും ഓട്ടോക്ലോസ് ഡോറും തമ്മിലുള്ള വ്യത്യാസം. ഈ കബോർഡുകളിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ടേബിളുകളാണ്. ബെഡ്റൂമിൽ ഒരു ടേബിൾ അത്യാവശ്യമാണ്. കബോർഡിൻ്റെ കൂടെ നമ്മൾ ടേബിൾ പണിയുകയാണെങ്കിൽ ചിലവ് കുറവായിരിക്കും. കാരണം ടേബിളിന് ഒരു കാല് കൊടുത്താൽ മാത്രം മതി. മറ്റേ ഭാഗം കാലിന് പകരമായിട്ട് കബോർഡിൽ നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. ടേബിളിൻ്റെ മുകളിലായി ചെറിയ അപ്പർ യൂണിറ്റുകളും നമുക്ക് പണിയാൻ സാധിക്കും. അതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഈ ചെറിയ ഷെൽഫിൽ സൂക്ഷിച്ച് വയ്ക്കാം. ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ അത്യാവശ്യം എഴുതുവാനും വായിക്കുവാനും ടേബിൾ ഉപകാരപ്രദമാകും. ചെയർ ടേബിളിൻ്റെ അടിഭാഗത്തേക്ക് കയറ്റി വെച്ചാൽ റൂമിന് ഒട്ടും തന്നെ സൗകര്യം കുറയുകയുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയറും ചെയ്യുക. എൻ്റെ ഈ ചാനലിൽ ഇൻറ്റീരിയലിനെ പറ്റിയുള്ള കൂടുതൽ അറിവുകളും കൂടുതൽ ഡിസൈനുകളുമാണ് ചെയ്യുന്നത്. എത്രയും വേഗം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഈ